ഒരസുഖം വന്ന് മരിക്കുന്ന കണക്കല്ല നമ്മുടെ മക്കൾ. ആ ഒരവസ്ഥ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ കുഞ്ഞ് മരിക്കും എന്ന് പറഞ്ഞിട്ട് ഞാൻ 4 ദിവസം എൻ്റെ കുഞ്ഞിൻ്റെ മുന്നിൽ ചിരിച്ചുകൊണ്ട് നിന്നത്. അവരപ്പോഴേ പറഞ്ഞു നമുക്ക് 100% ജീവനത്തോടെ തരാൻ പറ്റത്തില്ല എന്ന്. കാരണം ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ പോലും, അതായത് പിറ്റേന്ന് രാവിലെ അവളുടെ മെഡിക്കൽ റിപ്പോർട്ട്, ലാബ് റിപ്പോർട്ട് വരുന്ന അവർ പറയുന്നിടം വരെ എൻ്റെ കുഞ്ഞിന് അങ്ങനൊന്നും വരുത്തില്ല. ഞങ്ങളുടെ ബന്ധുക്കളോടെല്ലാം പറഞ്ഞേ എൻ്റെ കുഞ്ഞിന് പട്ടി അടിച്ചതിനൊന്നുമില്ല, അവളുടെ മുറിവ് ഉണങ്ങിയല്ലോ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്നത് കേൾക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന അവസ്ഥ. 90 ദിവസം ഒരു പട്ടി അടിച്ച് 90 ദിവസത്തിൽ വയലൻ്റ് ആവുമെന്ന്. പക്ഷെ എൻ്റെ കുഞ്ഞ് 1 മാസം തികച്ചില്ല. 1 മാസം തികച്ചെങ്കിൽ പോലും ഞാൻ ഇവിടുന്ന് കാറിൽ കയറ്റി ചിരിച്ച് എല്ലാവരോടും ടാറ്റയും പറഞ്ഞ് കൊണ്ടുപോയി. എൻ്റെ കുഞ്ഞിനെ ഇവിടെ പോലും കൊണ്ടുവന്നില്ല, നേരെ പള്ളി കൊണ്ടുവന്ന് അടക്കുകയും ചെയ്തു. എൻ്റെ മോൾക്ക് ലാസ്റ്റ് വാക്സിൻ എടുക്കേണ്ട തലേന്നാണ് അവൾ മരിച്ചത്. അന്ന് എൻ്റെ മോള് മരിച്ച സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യനെയും ഇതിൻ്റെ പേരിൽ, ഇപ്പോഴും ഉണ്ട് പട്ടികൾ, ഇതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ഡോക്ടർ പറഞ്ഞു ഒരിക്കലും പട്ടി കടിച്ചാൽ സ്റ്റിച്ച് ഇടരുത്. കാരണം ഈ വൈറസ്, ഈ മുറിവിന് ചുറ്റും എടുക്കുന്ന വാക്സിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ. ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വേദനയുടെ മരുന്ന് പോലും എൻ്റെ കുഞ്ഞിന് കൊടുത്തില്ല. അവരാ മുറിവ് പിടിച്ച് നോക്കിയില്ല. അത് ഇപ്പുറത്തെല്ലാം മുറിവുണ്ടായിരുന്നു, അതിലൊന്നും ഇഞ്ചക്ഷൻ എടുക്കാതെ അവരാ ബാക്കി മരുന്ന് ഈ മുറിവിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ആ ഡോക്ടർ എന്താ ചെയ്യേണ്ടത്? എവിടെയൊക്കെ മുറിവുണ്ട് എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം. അതൊന്നും അവർ ചെയ്തില്ല. ആ ഡോക്ടറിന് ഞങ്ങളുടെ കൂടെ വന്ന് മോക്ക് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ, അതവർ ചെയ്തില്ല. ഇഞ്ചക്ഷൻ റൂമിൽ വന്നപ്പോൾ അവിടെ സ്റ്റാഫൊന്നുമില്ല. ഇത് അത്രയും ആഴത്തിൽ എൻ്റെ കുഞ്ഞിനെ പട്ടി അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പുനലൂർ താലൂക്ക് ആശുപത്രി കൊണ്ട് ചെന്നപ്പം തുണ്ടെടുത്തുകൊണ്ട് വന്നാലേ ഡോക്ടറെ കാണാൻ പറ്റത്തോളം എന്ന് പറഞ്ഞു. ശരി, എല്ലാം എടുത്ത് കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് മുറിവുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാം എന്നാൽ ഒരു കാര്യം സർജനെ കാണിച്ചിട്ട് പോവാ. ഞാൻ പത്തനാപുരം നിയോജക മണ്ഡലത്തിലെ വിളക്കുടി പഞ്ചായത്തിൽ കഴിഞ്ഞ മാസം 5-ാം തീയതി മരണപ്പെട്ട നിയാമോൾ 7 വയസ്സുകാരിയെ കുട്ടിയെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാവും. ആ കുട്ടിയുടെ മാതാവ് ഹബീബയുമായിട്ട് 1-2 വിവരങ്ങൾ അറിയുന്നതിന് വന്നതാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വിവരാവകാശ നിയമപ്രകാരം കേരള സർക്കാർ വിതരണം ചെയ്യുന്ന റാബിസ് വാക്സിനുകളെക്കുറിച്ചും ഈ വാക്സിനുകൾ ടെൻഡർ എടുത്തതിനെക്കുറിച്ചും ഈ റാബിസ് വാക്സിൻ വിതരണം ചെയ്യുന്ന കമ്പനികളെക്കുറിച്ചും കഴിഞ്ഞ ഒരു മാസക്കാലത്ത് നമ്മുടെ കേരളത്തിൽ പട്ടി കടിക്കുകയും വിഷബാധ ഏൽക്കുകയും ചെയ്ത കുട്ടികൾക്ക് ഇൻട്രാഡെർമുലാർ വാക്സിനും ഇൻട്രാമസ്കുലാർ വാക്സിനും ഇമ്മ്യൂണോഗ്ലോബിൻ വാക്സിനും ഒക്കെ കുത്തിവെച്ചിട്ടും ആ പ്രതിരോധ മരുന്നുകൾ കുത്തിവെച്ചിട്ട് പോലും മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്ന കുട്ടികളെക്കുറിച്ച് നമ്മളെല്ലാം വാർത്തയിൽ കേട്ടതാണ്. കൊച്ചു കുരുന്നുകൾ നമ്മളെ വളരെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവരുന്ന, വളരെ പ്രയാസത്തിലും കഷ്ടപ്പാടുകളിലും മാതാപിതാക്കൾ വളരെ പരിമിതികൾക്കുള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളെ പ്രതീക്ഷയോടുകൂടി വളർത്തിക്കൊണ്ടുവരുമ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ അനാസ്ഥ കൊണ്ട് ഈ കുഞ്ഞുങ്ങൾ മരണപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ വളരെ കൃത്യമായി ഈ വിവരങ്ങളെക്കുറിച്ച്, ഈ വാക്സിനുകളെക്കുറിച്ച്, ഈ വാക്സിൻ വിതരണം ചെയ്യുന്ന ആളുകളെക്കുറിച്ച്, ഇത് വാക്സിൻ്റെ നമ്പറുകളെക്കുറിച്ച്, ബാച്ച് നമ്പറുകളെക്കുറിച്ച്, ഈ വാക്സിന് എന്തെങ്കിലും തരത്തിലുള്ള കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ, അത് കീപ്പ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രൊസീജിയർ പാലിക്കപ്പെട്ടിട്ടുണ്ടോ എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് വിവരാവകാശങ്ങൾ കൊടുക്കുമ്പോൾ ഒരു വിവരങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ കീഴിൽ ഇല്ല എന്ന് മറുപടി തരുമ്പോൾ എന്താണ് നമ്മൾ ഈ സർക്കാരിനെക്കുറിച്ച് വിശ്വസിക്കേണ്ടുന്നത്? ഈ സർക്കാർ ആർക്കൊപ്പമാണ് നിൽക്കുന്നത്? പാവപ്പെട്ട മാതാപിതാക്കൾ അവരുടെ ജീവിതത്തിൻ്റെ വലിയ പ്രതീക്ഷയിൽ അവരുടെ ജീവിതത്തിൻ്റെ 2 അറ്റങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നതിൻ്റെ ഭാഗമായി കുഞ്ഞുങ്ങളെ വളർത്തുന്നതിന് വേണ്ടി ശ്രമിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ തെരുവോരങ്ങളിൽ പേപ്പട്ടികൾ കടിച്ച് മരണപ്പെടുന്നത് എങ്ങനെ നമുക്ക് സഹിക്കാനാവും? ഒരു വിവരങ്ങളും നമുക്ക് നൽകാതെ ഏതൊക്കെയോ കമ്പനികളെ വേണ്ടി, ഏതൊക്കെയോ കോർപ്പറേറ്റ് കമ്പനികൾക്ക് വേണ്ടി, ഏതൊക്കെയോ മുതലാളിമാർക്ക് വേണ്ടി കേരളത്തിലെ സാധാരണപ്പെട്ട കുഞ്ഞുങ്ങളുടെ ജീവൻ കൊടുതി കൊടുത്തിട്ടും ബലി കൊടുത്തിട്ടും ഈ മുതലാളിമാരെ സംരക്ഷിക്കുന്ന സമീപനമാണ് ആരോഗ്യവകുപ്പും ഈ കേരള സംസ്ഥാന സർക്കാരും സ്വീകരിച്ച് കൈക്കൊണ്ട് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും അതിനെതിരെ സംസ്ഥാന വിവരാവകാശ കമ്മീഷന് പരാതി നൽകുന്നുണ്ട്. അതോടൊപ്പം സംസ്ഥാന സർക്കാരിൻ്റെയും ആരോഗ്യ വകുപ്പിൻ്റെയും ഈ വീഴ്ചകൾ പുറത്തു കൊണ്ടുവരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയാണ്. എന്നാലും ഈ കുട്ടിയുടെ മാതാവിനെ ഒന്ന് കാണുവാനും ഇതിൻ്റെ മരണത്തോടനുബന്ധിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ സഹോദരി നമ്മുടെ മുന്നിൽ പറയുന്നത്. ഈ കുട്ടിയെ നിങ്ങൾ കൊണ്ടുപോകുന്ന, പട്ടി കടിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സമയത്ത് നിങ്ങൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ, ഈ ഡോക്ടർമാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടുന്ന ഡോക്ടർമാർ കാണിച്ച ഗുരുതരമായ വീഴ്ചകൾ,
ഇതിൻ്റെ മാതാവ് ഹബീബ പറയുന്നു. നമ്മളൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ഒരു എമർജൻസി കൊണ്ട് ചെല്ലുമ്പോൾ നേരെ അവർ ഒബ്സർവേഷൻ റൂമിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് കാഷ്വാലിറ്റി അവർ ഫുൾ കുഞ്ഞിനെ ചെക്ക് ചെയ്യുക ചെയ്യുന്നത്. ഇത് അത്രയും ആഴത്തിൽ എൻ്റെ കുഞ്ഞിനെ പട്ടി അടിച്ചെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എടുത്ത് പുനലൂർ താലൂക്ക് ആശുപത്രി കൊണ്ട് ചെന്നപ്പം തുണ്ടെടുത്തുകൊണ്ട് വന്നാലേ ഡോക്ടറെ കാണാൻ പറ്റത്തോളം എന്ന് പറഞ്ഞു. ശരി, എല്ലാം എടുത്ത് കൊണ്ട് കാണിച്ചപ്പം ഡോക്ടർ പറഞ്ഞ് മുറിവുണ്ട്, ഇഞ്ചക്ഷൻ എടുക്കാം, എന്നാൽ ഒരു കാര്യം സർജനെ കാണിച്ചിട്ട് പോവാ, സർജൻ കണ്ടെങ്കിൽ മുറിവ് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തോളം എന്ന് പറഞ്ഞു. അങ്ങനെ അവിടുന്ന് മോക്ക് ടെസ്റ്റ് ഡോസ് എടുത്തിട്ട് കാണിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഇല്ല, 1 മണിയാകുമ്പോഴത്തേക്കും ഡോക്ടർ പോവും, അതുകൊണ്ട് നിങ്ങൾ പോയി കണ്ടിട്ട് വരാം. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു എനിക്ക് പിള്ളേരെ നോക്കി ശീലമില്ല, പിന്നെ പീഡിയാട്രിക് സർജനെ കാണണം. സർജൻ്റെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തു. അത് കഴിഞ്ഞ് ഒരു ഒപ്പീനിയൻ എടുത്തുകൊണ്ട് വന്നാൽ മതി, ഞാൻ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് താഴെ വന്നു. ഇഞ്ചക്ഷൻ റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവിടെ പേഷ്യൻസ് ഉണ്ട്. അപ്പോഴും അവൾ അത്രയും സമയം പോവുകയാണ്. അതൊരു പൊടിക്കുഞ്ഞും കൂടെ, ആ വൈറസ് ശരീരത്ത് വ്യാപിക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പോൾ അവളെ അവിടെ വെയിറ്റ് ചെയ്ത് ആ ഫോം എല്ലാം ഫില്ല് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രമാണ് ടെസ്റ്റ് ഡോസ് എടുക്കുന്നത്. ആ ടെസ്റ്റ് ഡോസ് എടുത്ത് 1 മണിക്കൂറായപ്പം കറക്റ്റ് ഞങ്ങൾ ചെന്നിട്ട് ഡോക്ടറിനോട് പറഞ്ഞു ഇതുപോലെ ടെസ്റ്റ് ഡോസ് എടുത്തെന്ന് പറഞ്ഞപ്പോൾ ഡോക്ടർ കൈ നോക്കിയിട്ട് പറഞ്ഞാൽ ശരി, അലർജി ഒന്നുമില്ല, ഇഞ്ചക്ഷൻ റൂമിൽ ചെല്ലാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അപ്പം ഉച്ച സമയമാണേ പേഷ്യൻ്റ്, പക്ഷേ ആ ഡോക്ടറിന് ഞങ്ങളുടെ കൂടെ വന്ന് മോക്ക് ഇഞ്ചക്ഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. അതവർ ചെയ്തില്ല. ഇഞ്ചക്ഷൻ റൂമിൽ വന്നപ്പോൾ അവിടെ സ്റ്റാഫൊന്നുമില്ല. അവിടെ നിന്ന സ്റ്റാഫ് പറഞ്ഞ് ഡ്രസ്സിങ് റൂമിലേക്ക് ചെല്ലാം. അവിടെയും ചെന്ന് കുറേ നേരം വെയിറ്റ് ചെയ്തു. അപ്പോൾ അവിടെ കാല് വീണിട്ടൊരു ആളവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. 2 പ്രാവശ്യം ചെന്നിട്ട് ചോദിച്ചു ഡോക്ടർ എപ്പോഴാണ് വരുന്നതെന്ന്. അവരും അവിടെ വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അത്രയും നേരം വെയിറ്റ് ചെയ്ത് ആ നിന്ന പേഷ്യൻറ്റിൻ്റെ കാലെല്ലാം ഡ്രസ്സ് ചെയ്തതിന് ശേഷം ഇവർ ഇറങ്ങാൻ നേരം ചോദിച്ചു മോക്ക് ഇഞ്ചക്ഷൻ എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ നിന്ന സ്റ്റാഫിനോട് ചോദിച്ചു ഇതെന്താ കേസെന്ന് ചോദിച്ചപ്പോൾ പട്ടി അടിച്ചതാ. ശരി, കയറ്റിയിരുത്താം. അത് ഏതാണ്ട് അലർജി പിടിച്ച കണക്ക് അവർ പറഞ്ഞാൽ കയറ്റിയിരുത്തെന്ന് പറഞ്ഞ് എല്ലാം ചെയ്ത് ഇഞ്ചക്ഷൻ ലോഡ് ചെയ്ത് മോക്ക് എടുക്കേണ്ട വാക്സിൻ 2.5 ml ആ വാക്സിനെ ലോഡ് ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞതിന് ശേഷം അവർ ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ ശരി, ആ മോളെ നോക്കിയ ഡോക്ടറല്ല ഇഞ്ചക്ഷൻ എടുക്കാൻ വന്നത്. അപ്പോൾ ആ ഡോക്ടർ എന്താ ചെയ്യേണ്ടത്, എവിടെയൊക്കെ മുറിവുണ്ട് എന്നുള്ളതെല്ലാം ചെക്ക് ചെയ്യണം. അതൊന്നും അവർ ചെയ്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം അവൾ ഇവിടെ മുറിവിനകത്ത് ഇഞ്ചക്ഷൻ എടുക്കുമ്പം ആ മരുന്ന് പുറത്തേക്ക് പോയി. ബാക്കിൽ മുറിവുണ്ടെന്ന് കാണിച്ചു കൊടുത്ത് അവർ പിടിച്ചു നോക്കുന്നില്ല, എവിടെയൊക്കെ മുറിവുണ്ട് എടുക്കുമെന്ന് ആ കുഞ്ഞിനെ പിടിച്ചു നോക്കില്ല. ബാക്കിൽ മുറിവ് ഞാൻ കാണിച്ചു കൊടുത്തപ്പോൾ അതിലൊരു കുറച്ച് മരുന്ന് കുത്തിവെച്ചു. ഇപ്പുറത്തെ എല്ലാ മുറിവുണ്ടായിരുന്നു, അതിലൊന്നും ഇഞ്ചക്ഷൻ എടുക്കാതെ അവർ ആ ബാക്കി മരുന്ന് ഈ മുറിവിൻ്റെ പുറത്ത് സ്പ്രേ ചെയ്ത് കളഞ്ഞു. അപ്പോൾ ഡോക്ടർ പോകാൻ ഞാൻ ചോദിച്ചു മരുന്ന് പുറത്ത് പോയല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവളുടെ വെയിറ്റിനനുസരിച്ചുള്ള വാക്സിൻ എടുത്തിട്ടുണ്ട്, ബാക്കി മരുന്ന് സ്പ്രേ ചെയ്തിട്ടുണ്ടെന്നാണ്. അപ്പം എന്നെ ഇപ്പോഴും വേറെയുള്ള ഡോക്ടേഴ്സ് വിളിച്ച് ചോദിക്കുമ്പോൾ പറയും ഈ ബാക്കി വരുന്ന മരുന്ന് സെപ്പറേറ്റ് കുത്തിവെക്കാം, അതെങ്കിലും ചെയ്താൽ മതിയെന്ന്. പക്ഷെ അവരത് ചെയ്തില്ല, അവർ സ്പ്രേ ചെയ്ത് കളയുകയാണ് ചെയ്തത് അതിൻ്റെ പുറത്ത്. ആ കുത്തിയ മരുന്നും കയറിയില്ല, ബാക്കി മരുന്നും മുറിവിൻ്റെ പുറത്തോട് ഒഴിച്ചു കളയുകയും ചെയ്തു. അത്രയും നേരം വെയിറ്റ് ചെയ്യിച്ചുകൊണ്ട് അവൾക്ക് അത് കഴിഞ്ഞതിന് ശേഷം ഡോക്ടറിനോട് ചോദിച്ചു ഞങ്ങൾ മെഡിക്കൽ കോളേജിൽ ഇന്ന് തന്നെ മുറിവ് കാണിക്കാൻ പോകണമെന്ന് ചോദിച്ചപ്പോൾ വേണ്ട, നാളെ ആയാലും പോയാൽ മതി. അപ്പോൾ ചോദിച്ചു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കട്ടെ. അപ്പോൾ പറഞ്ഞു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കാണിക്കും. അപ്പോൾ പാരിപ്പള്ളിയിലെല്ലാം വിളിച്ചു നോക്കി, അവിടെ എങ്ങും പീഡിയാട്രിക് സർജൻ ഇല്ല. അങ്ങനെ പിറ്റേന്ന് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് കൊല്ലം മെഡിസിറ്റി വിളിച്ച് ചോദിച്ചപ്പോൾ അവിടെ ഡോക്ടറുണ്ട്. പിറ്റേന്ന് രാവിലെ തന്നെ അവിടെ കൊണ്ടുപോയി അന്ന് ഈ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് ഒരു വേദനയുടെ മരുന്ന് പോലും എൻ്റെ കുഞ്ഞിന് കൊടുത്തില്ല. അവരാ മുറിവ് പിടിച്ച് നോക്കിയില്ല, അതെന്നാ ഒന്ന് ക്ലീൻ ചെയ്യുക, നിങ്ങൾ കൈ കഴുകിയില്ലേ അത് മതി എന്നാണ് അവർ പറയുന്നത്. ആ ചോര പൊക്കോണ്ടിരിക്കുക. അപ്പോൾ ശരി, അവർക്കതൊന്ന് ക്ലീൻ ചെയ്യുമെങ്കിൽ അതൊന്നും ചെയ്തില്ല അവർ. ജസ്റ്റ് അതൊന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ വാക്സിൻ എടുത്ത എവിടുന്ന? ഇവിടെ ഹെൽത്തിൽ നിന്ന് തന്നെ. ആദ്യത്തെ ദിവസം വാക്സിൻ ഇവിടെ ഇല്ലായിരുന്നു. ആദ്യത്തെ ദിവസം ഹെൽത്തിൽ കൊണ്ടുപോയി റാബിസ് വാക്സിൻ എടുത്തിട്ടാണ് ഡോക്ടർ പറഞ്ഞത് ഇമ്മ്യൂണോഗ്ലോബിൻ ഇവിടെ എടുക്കാനില്ല, നിങ്ങൾ താലൂക്കിൽ പോയെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കാൻ. വാക്സിൻ ഇവിടെ എടുത്തായിരുന്നു. ഇവിടെ എടുത്തായിരുന്നു. എടുത്തിട്ടാണ് അങ്ങോട്ട് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞ് മൂന്നാമത്തതും മൊത്തം 4 വാക്സിൻ, രണ്ടാമത്തെയും മൂന്നാമത്തെയും വാക്സിൻ എടുത്തു.
അപ്പോൾ ഈ താലൂക്ക് ആശുപത്രിയിൽ ചെന്നപ്പോൾ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള നടപടിക്രമങ്ങളാണ് നമുക്ക് മാനസികമായിട്ടും ആണ്. കാരണം ഇപ്പം വാക്സിൻ ശരീരത്തിൽ ചെന്നിട്ട് ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് വിശ്വസിക്കാം വാക്സിൻ്റെ കംപ്ലൈൻ്റ് ആണോ, ഇതിപ്പോൾ വാക്സിൻ്റെ കംപ്ലൈൻ്റ് ആണോ, മരുന്ന് ഉള്ളിൽ പോവാത്തതാണോ? അവർ പറയുന്ന ഓൾറെഡി നമ്മൾ വാക്സിൻ എടുത്തായിരുന്നല്ലോ, അത് ഇവിടുന്ന് ഒരു വാക്സിൻ എടുത്തായിരുന്നു. അത് റാബിസ്. ഈ മുറിവിന് ചുറ്റും എടുക്കുന്ന വാക്സിനാണ് എൻ്റെ കുഞ്ഞിൻ്റെ ജീവൻ. എല്ലാ ഡോക്ടേഴ്സും പറയുന്ന അതാണ്. ഞാൻ മെഡിസിറ്റി കൊണ്ട് ചെന്നപ്പോഴും ഡോക്ടർ ആദ്യം ചോദിച്ചത് ഇമ്മ്യൂണോഗ്ലോബിൻ കറക്റ്റിന് എടുത്തിരുന്നോ എന്ന്. ഇമ്മ്യൂണോഗ്ലോബിൻ പുല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എടുത്തില്ല, അത് പ്രോപ്പർ ആയില്ല. അപ്പൊ ഡോക്ടർ കൃത്യം അത് ചോദിച്ചതിന് ശേഷം മാത്രമാണ് ഡോക്ടർ ഡ്രസ്സ് ചെയ്യാനായിട്ട്, അതും ഡോക്ടർ തന്നെ ഡ്രസ്സ് ചെയ്തത്. അവിടെ ചെന്നപ്പോൾ കൈ പിടിച്ചപ്പോൾ കൈ അനക്കാൻ പറ്റുന്നില്ല. അങ്ങനെ കൈ പിടിച്ച് എല്ലാം ക്ലീൻ ചെയ്ത് ഡോക്ടർ തന്നെ എല്ലാം ഡ്രസ്സ് ചെയ്ത്. അപ്പം ഞാൻ എടുത്ത് ചോദിച്ചു, ഡോക്ടറെ ഇത് സ്റ്റിച്ച് ഇടണമെന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരിക്കലും പട്ടി കടിച്ചാൽ സ്റ്റിച്ച് ഇടരുത്, കാരണം ഈ വൈറസ് ഉള്ളിൽ തന്നെ ഇരുന്ന് പഴുക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഡോക്ടർ അവരങ്ങനെ പറഞ്ഞു, ഇല്ല ഒരിക്കലും സ്റ്റിച്ച് ഇടാൻ പാടില്ല, സ്റ്റിച്ച് ഇട്ട് കഴിഞ്ഞാൽ അത് പഴുക്കുമെന്ന്. അങ്ങനെ അവിടുന്ന് ഡോക്ടർക്കെതിരെ നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നും നിങ്ങൾ ആ പരാതി എവിടെയെങ്കിലും ഉന്നയിച്ചിരുന്നോ? എല്ലാവരോടും, ഇപ്പം നമ്മൾ MLA-യോടായാലും ആരോഗ്യവകുപ്പിൽ നിന്നായി എല്ലാവരോടും നമ്മൾ ഈ നടന്ന സംഭവങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. തുടർ നടപടികളുമായിട്ട് നിങ്ങൾ പിന്നെ വേറെ ആരും നമ്മളെ സമീപിക്കും. അന്ന് എൻ്റെ മോള് മരിച്ച സമയത്ത് എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു മനുഷ്യനെയും ഇതിൻ്റെ പേരിൽ, ഇപ്പോഴും ഉണ്ട് പട്ടികൾ, ഇതിൻ്റെ പേരിൽ ഞാൻ ഇങ്ങോട്ട് കണ്ടിട്ടില്ല. ഇപ്പോഴും പട്ടികൾ. കഴിഞ്ഞ ആഴ്ച എൻ്റെ അനിയത്തിയെ ഓടിച്ചു, എൻ്റെ ഇത്താടെ മോളെ പട്ടി ഓടിച്ചു. എപ്പോഴും പട്ടി ഇവിടെ ഉണ്ട്, അതും കൊഴുത്ത പട്ടികളും ഉണ്ട്. അന്ന് മോളെ കടിച്ചതൊരു ശോഷിച്ച പട്ടിയാണ്. നമ്മൾ വിചാരിക്കുന്നില്ലല്ലോ ഈ പട്ടിക്ക് അങ്ങനെ. എന്നിട്ട് ഞാൻ പട്ടി ചത്തെന്നും പറഞ്ഞു. ഈ ഹോസ്പിറ്റലെല്ലാം പിറ്റേന്ന് പോയിക്കപ്പോൾ പട്ടി ചത്തുപോയെന്നും പറഞ്ഞു. ഡോക്ടറിനെ കൃത്യമായിട്ട് അറിയാമോ? പുനലൂർ ഹോസ്പിറ്റലിൽ ഏത് ഡോക്ടറാണ് ചികിത്സിച്ചത്? അവളെ കൊണ്ടുചെന്ന് കാണിച്ചത് ഒരു ആൺ ഡോക്ടറാണ്. ഡോക്ടറുടെ പേരതി കാണുമല്ലോ, ഡോക്ടറിന്റെ പേരതി കാണും. ഡോക്ടറിന്റെ പേര് അവർ മരുന്ന് എഴുതുന്നതല്ലേ ഉള്ളൂ, അല്ലാതെ അല്ല. നമുക്ക് പിന്നെ അല്ലെങ്കിൽ പോലും ആ ഡേറ്റിൽ ആ ടൈമിൽ സർക്കാർ ആശുപത്രി ഇരിക്കുന്ന ഡ്യൂട്ടി ഡോക്ടർമാർ ആരൊക്കെയാണെന്നുള്ളത് നമുക്ക് റെക്കോർഡിക്കലായിട്ട് കിട്ടും. നമ്മൾ അതിന് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടല്ലോ, ഒരു പ്രാവശ്യം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ കൃത്യമായി കിട്ടും. ആ ഡോക്ടർക്കെതിരെ നിയമ നടപടി പോവാം, ഏതറ്റം വരെയും പോവാം, ഒരു അറ്റം വരെ. കാരണം എൻ്റെ കുഞ്ഞിനെ ഇനിയിപ്പോൾ എനിക്ക് കിട്ടത്തില്ല. പക്ഷേ ഇതിപ്പം ഞാൻ കണ്ടത് കൊണ്ട് എൻ്റെ കുഞ്ഞിൻ്റെ കയ്യിൽ വെച്ച മരുന്ന് ഒഴുകി പോകുന്നത് ഞാൻ കണ്ടു. പക്ഷേ അല്ല വേറൊരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് അറിയാത്ത അവസ്ഥയൊന്നും കൂടെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ ഡോക്ടറെ കുറ്റം പറയും, വാക്സിനെ കുറ്റം പറയും, എന്ത് ചെയ്യാം? ഇപ്പം ഈ വാക്സിൻ എടുത്തവരൊക്കെ തന്നെ മരിച്ചേക്കുന്നത്. എൻ്റെ മോൾക്ക് ലാസ്റ്റ് വാക്സിൻ എടുക്കേണ്ട തലേന്നാണ് അവൾ മരിച്ചത്. ഈ അത്രയും ദിവസം, അതായത് 29-ാം തീയതി രാത്രിയാണ് എൻ്റെ മോടെ ആ മുറിവിനകത്തൊരു കുത്തിവലി വരുന്നത്. ഈ മരണത്തിന് മുമ്പുള്ള ദിവസങ്ങളിലെ ഒരു കുഴപ്പമില്ലായിരുന്നു അവൾക്ക്. അത്രയും ദിവസം ഞാൻ തന്നെ ഡ്രസ്സ് ചെയ്തത്. അപ്പോഴും ഡോക്ടർ ഓരോന്ന് പറഞ്ഞു തന്നാണ് ഞാൻ. മുറിവ് ഉണങ്ങി അതിനകത്തുനിന്ന് ലാസ്റ്റ് വരുന്ന ആ ഒരു സ്കിന്ന് വരെ ഇളകിപ്പോയി, കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഞാനാണ് അവളെ രാവിലെ കുളിപ്പിക്കും, സോപ്പിട്ട് മുറിവ് നന്നായിട്ട് കഴുകിയിട്ട് ഡ്രസ്സ് ചെയ്ത് എല്ലാം കവർ ചെയ്ത് വെച്ചിരുന്നത്. ഒരു കുഴപ്പമില്ലായിരുന്നു. 29-ാം തീയതി രാത്രി ആയപ്പോഴത്തേക്കും അവൾക്ക് ആ മുറിവിൽ തന്നെ ഒരു ചെറിയ വേദന വന്നു. പിന്നെ ആ കൈ മൊത്തം വേദനയായി. രാത്രി ഒരു 2 മണിയായപ്പോഴത്തേക്കും ടെമ്പറേച്ചർ ഹൈ ആയി. അപ്പോൾ മെഡിസിറ്റിയിൽ ഡോക്ടർ പറഞ്ഞു എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ കൊണ്ടുവരണേന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്, മുറിവ് ഉണങ്ങിക്കഴിഞ്ഞപ്പോൾ. അങ്ങനെ ഞാൻ പിറ്റേന്ന് തന്നെ അവിടെ തന്നെ കൊണ്ടുപോയത്. അവിടെ ചെന്ന് മുറിവെല്ലാം ഞെക്കി നോക്കിയപ്പം കുഴപ്പമൊന്നുമില്ല. അപ്പോഴും ഡോക്ടർ ചോദിച്ചത് ഇമ്മ്യൂണോഗ്ലോബിൻ കറക്റ്റിന് എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അവളുടെ ജീവന് പേടിക്കേണ്ട കാര്യമില്ല, അത് കറക്റ്റായിട്ട് എടുത്തിട്ടുണ്ടല്ലോ. പിന്നെ മുറിവ് പഴുക്കുന്ന ചാൻസേ നമുക്ക് പിന്നെ പേടിക്കേണ്ടതുള്ളൂ. മുറിവ് ഉണങ്ങിയിട്ടുണ്ട്. പിന്നെ പനിയുടെ എന്തെങ്കിലും അസ്വസ്ഥതയായിരിക്കാം ഈ മുറിവിൽ വേദന വന്നതെന്നാണ് പറഞ്ഞത്.